ഹലോ ക്യൂട്ടീസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഇത് വിഷു പ്ലസ് വിഷുവേല വ്ളോഗാണ്. പിന്നെ അതിൻ്റെ മുന്നത്തെ ദിവസത്തെ കുറച്ച് പരിപാടികളാണ് ഇത് കാണിക്കുന്നത്. അതായത് വിഷുവിൻ്റെ മുന്നത്തെ ദിവസം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ വെക്കേഷനായിട്ട് നമ്മൾ ലോങ് വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് വെക്കേഷൻ എന്തായാലും ഞങ്ങൾക്ക് 1 മാസത്തോളം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കോളേജ് ഉണ്ടാവും. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ റീലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോയി. വെക്കേഷനിൽ ഈ കുക്കിങ്ങൊക്കെ ഒരു രസമുള്ള പരിപാടിയാണ്. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചമ്മന്തി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാത്തത് കൊണ്ട് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. അതാണ്, വേറൊന്നും കൊണ്ടല്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ചെറിയ ക്യൂട്ട്നെസ്സൊക്കെ വാരിയിട്ടിട്ടുണ്ട്. അതൊരു ട്രാൻസിഷൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റെഫറൻസ് കൊടുത്തിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിഷു ദിവസം ഞാൻ ഈ ഒരു പാട്ട് വായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കണി കാണും നേരം ആ പാട്ട്. ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വായിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു. പിന്നെ ആ വയലിനും ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമല്ലോ, സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ. അപ്പോൾ അതാണ്. പിന്നെ അതിൻ്റെ ആ ഡപ്പ എന്തിനാണ് കാണിച്ചെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ അതൊക്കെ പിന്നെ അമ്മ പാലട പായസം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിഷുവിൻ്റെ തലേന്ന് അച്ഛൻ ഈ ഒരു കൊന്നപ്പൂ വാങ്ങിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൊന്നപ്പൂ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു മാത്രം. പിന്നെ ഈ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ അച്ഛനും അമ്മയാണ് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോസൊക്കെ എടുത്തത് മൊത്തം അമ്മയായിരുന്നു. ഈ ഡെക്കറേറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ എടുത്തത് അമ്മയും അച്ഛനും കൂടെ ചേർന്നിട്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കമ്പിത്തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തായിട്ട് ഈ ഒരു കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ക്ലിയറായിട്ട് എടുത്തില്ല, ഒരു ചെറിയ കുളമാണ്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്തു. പിന്നെ ഈ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഐസ്ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. പിന്നെ അതും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വയലിനിലെ മിന്നൽ വള പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്പീഡാക്കി വിട്ടിട്ടുണ്ട്. കാരണം സ്ലോ ആക്കി കഴിഞ്ഞാൽ എന്താ വോയിസ് ഓവർ കൊടുക്കാമെന്നറിയില്ല. പെട്ടെന്ന് വോയിസ് ഓവർ കൊടുക്കാൻ കിട്ടില്ല. അതുകൊണ്ട് സ്പീഡാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാധനം വയലിനിലുണ്ടായിരുന്നതാണ് കേട്ടോ. ഈ ഒരു ട്യൂണർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതെന്തിനാണെന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ കാണിച്ചു. നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ വിഷുവേല തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം റെഡി ആയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ആ സമയത്ത് റെഡിയാവാൻ നിന്നാൽ പണിയാവും. അപ്പോൾ നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഒന്ന് ഹെയർ മാത്രം കെട്ടാനുണ്ട്, അത് മുടി കെട്ടാനുണ്ട്. അപ്പോൾ ഒന്ന് പോയി കെട്ടിയിട്ട് വരാം ഗൈസ്. അപ്പോൾ മുടിയൊക്കെ കെട്ടിയിട്ട് വന്ന് കമ്മലൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് പോയി നിൽക്കണം. നല്ല വെളിച്ചമുണ്ട്, ടൈം ആയിട്ടില്ല നമുക്ക് വേലയ്ക്ക്. അപ്പോൾ അതുവരെ വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ലൈറ്റ് സെറ്റും പിന്നെ കുറച്ച് എന്താ പറയുക കൊട്ടും പിന്നെ ഈ എന്താ പറയുക ബൊമ്മകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലോങ് ആക്കിയിട്ടുണ്ട് വീഡിയോ. പരമാവധി ലോങ് ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിഷുവേലയും കൂടെ ആഡ് ചെയ്ത്. കാരണം വിഷുവേല തന്നെ കുറേ ലോങ് ആയിട്ട് വരും വീഡിയോ. അതുകൊണ്ട് അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തീയൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബൊമ്മകൾ തന്നെ ഗൊറില്ലയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ആ സംഭവത്തിനെ കണ്ടിട്ട് ചിരിച്ചിട്ട് വയ്യായിരുന്നു. പിന്നെന്താ, പിന്നെ കുറേ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പീക്കാച്ചു ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ 4 സ്ഥലങ്ങളിലുള്ള വേലയാണ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റത്തെ കഴിഞ്ഞു, രണ്ടാമത്തെയാണ് കേട്ടോ ഇത്. ഇനിയും 2 വരാനുണ്ട്. രണ്ടാമത്തെ ഏകദേശം കഴിഞ്ഞു. രണ്ടാമത്തെ അവിടെ ഗൊറില്ല നിൽക്കുന്നുണ്ട് ഗൈസ്. ആ സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ബസ്സും കാര്യങ്ങളൊക്കെ വന്ന് നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ വരുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ട് ഈ ബബിൾസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റാണ് തോന്നുന്നത്. അല്ല, ലാസ്റ്റല്ല, അതിൻ്റെ ഇടയിലുള്ളതാണ്. ലാസ്റ്റ് ഞാൻ ഇനിയും എടുത്തിട്ടില്ല. മൂന്നാമത്തെയാണ് കേട്ടോ ഇത്. അപ്പോൾ 4ാമത്തെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ വീഡിയോ 4ാമത്തെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു.
വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ വീട്ടിന് ഫ്രണ്ടിലായിരുന്നു ഈ വേല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി നല്ലപോലെ. അപ്പോൾ ഞാൻ പോയി ഉറങ്ങട്ടെ ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം തീരെ വയ്യാതായി. അപ്പോൾ ഏകദേശം ഈ വീഡിയോ ഇത്രയൊക്കെ വരുള്ളൂ, കൂടുതലായിട്ട് വരുന്നില്ല. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാനിത് വലിയ ലോങ് വീഡിയോ ആക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.